എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ട്രിപ്പ് ടു മൈ ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗാർഡൻ ടൂൾസിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ടൂളെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും പരിചയമുള്ള ചില ടൂൾസാണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൂൾസാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കമൻസൊക്കെ ഇട്ടിട്ട് കാണുക. ഏതൊക്കെ ടൂൾസാണ് നമുക്ക് ഗാർഡനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം ഈ ടൂളിനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹാൻഡ് കൾട്ടിവേറ്റർ. അതായത് പോട്ടിലുള്ള മണ്ണിനെയൊക്കെ, തറഞ്ഞിരിക്കുന്ന മണ്ണിനെയൊക്കെ കുത്തി ഇളക്കുകയും അതോടൊപ്പം തന്നെ അതിൽ വളരുന്ന കളകളെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നതിനുമൊക്കെ ഈ ടൂള് നമുക്ക് ഉപയോഗപ്പെടുത്താം. അടുത്തതായിട്ട് കാണിക്കുന്ന ഗാർഡൻ പ്രൂണറാണ്. സിസേഴ്സ് ആണെങ്കിലും ഇത് ഗാർഡൻ പ്രൂണർ എന്നാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഇതിങ്ങനെ വേറൊരു ലോക്കിംഗ് സിസ്റ്റം വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലോക്കിംഗ് വന്നിട്ടുള്ളത്. നല്ല ഉപയോഗമുള്ളൊരു പ്രൂണർ തന്നെയാണ്. ഇച്ചിരി കട്ടിയുള്ള കമ്പിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും, റോസിൻ്റെയൊക്കെ ഉണങ്ങിയ കമ്പുകളോ അല്ലെങ്കിൽ ഫ്ലവർ വന്നു പോയ ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് സിസേഴ്സാണ്. ഇത് ഗാർഡൻ സിസേഴ്സ്. ഇത് ഗാർഡൻ സിസർ മാത്രമായിട്ടല്ല, കിച്ചൺ സിസറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതായത് മൾട്ടി പർപ്പസ് സിസറായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒന്നാണ്. നമുക്ക് അതായത് ഫിഷൊക്കെ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഗാർഡനിൽ തന്നെ സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡറായിട്ടുള്ള പ്ലാന്റ് പാർട്സിനെയൊക്കെ കട്ട് ചെയ്യുന്നതിനോ, ഡ്രൈ ലീവ്സിനെ കട്ട് ചെയ്യുന്നതിനോ, ഡ്രൈ ഫ്ലവേഴ്സിനെ കട്ട് ചെയ്യുന്നതിനോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂളാണ്. മൾട്ടി പർപ്പസ് സിസറാണത്. ഗാർഡനിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗാർഡൻ പ്രൂണറും ഗാർഡൻ സിസറും നമ്മൾ പരിചയപ്പെട്ടു. രണ്ടിനും രണ്ട് യൂസാണ്. സിസർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ അത്ര കട്ടിയില്ലാത്ത ടൈപ്പ് സാധനങ്ങളെയൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ്. പ്രൂണറാകുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള പ്ലാന്റ് പാർട്സിനെ കട്ട് ചെയ്യാനായിട്ടാണ് പ്രൂണർ ഉപയോഗിക്കേണ്ടത്. അതായത് പ്രൂൺ ചെയ്യാനൊക്കെ, സ്റ്റെമ്മൊക്കെ പ്രൂൺ ചെയ്യാനായിട്ടാണ് പ്രൂണർ ഉപയോഗിക്കേണ്ടത്. സിസേഴ്സ് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഇതാണ് ഹാൻഡ് ട്രോവൽ. ട്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയണ്ടേ, കരണ്ടി എന്നൊക്കെ പറയില്ലേ. മണ്ണൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന, അതായത് പോട്ടിംഗ് മിക്സൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന, നമുക്ക് പോട്ടിലേക്കൊക്കെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിട്ട് കോരിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മണ്ണിളക്കാനായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ ഈ ഒരു ടൂള്, അതായത് ഹാൻഡ് ട്രോവൽ. ഇതൊരു ചെറിയ ട്രോവലാണ്, സ്മോൾ ഹാൻഡ് ട്രോവൽ. ഇത് മണ്ണിളക്കാനും സഹായിക്കും, മണ്ണ് കോരിയിടാനും സഹായിക്കും. അങ്ങനെയുള്ള ടൂളാണ് ഗാർഡൻ ട്രോവൽ, ഹാൻഡ് ട്രോവൽ കേട്ടോ. ഇതിൻ്റെയൊക്കെ വിലകളും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ട്രോവലിന് 100 റുപ്പീസാണെന്ന് തോന്നുന്നു. അതേസമയം ഹാൻഡ് കൾട്ടിവേറ്ററിന് 80 റുപ്പീസാണ്. ഗാർഡൻ സിസറിനും ഏകദേശം 100 റുപ്പീസ് അതിന് അടുപ്പിച്ചൊക്കെയാണ് അതിൻ്റെ വില വന്നിട്ടുള്ളത്. ഗാർഡൻ പ്രൂണറിനാണ് 180 റുപ്പീസ്. 180 റുപ്പീസാണ് പ്രൂണറിൻ്റെ വിലയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും വലിയ വിലയുള്ള ഐറ്റമൊന്നുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എമൗണ്ടാണ് അതിനുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടൂൾസ് തന്നെയാണ്. നമുക്ക് ഗാർഡനൊക്കെ ഉള്ളവർക്ക് വളരെയേറെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂള് ആണ് ഇതെല്ലാം. എല്ലാ ടൂൾസും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ടൂൾസ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ആ സിസറിൻ്റെ റേറ്റാണ്, അതായത് മൾട്ടിപർപ്പസ് സിസറിൻ്റെ റേറ്റാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഹാൻഡ് കൾട്ടിവേറ്ററിൻ്റെ പ്രൈസ്. അതായത് 80 റുപ്പീസാണ് ഹാൻഡ് കൾട്ടിവേറ്ററിൻ്റെ പ്രൈസ്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. മാത്രവുമല്ല നല്ല തിക്കാണ് അതിൻ്റെ മെറ്റീരിയൽ. അതായത് നല്ല തിക്കായിട്ടുള്ളൊരു ടൂള് തന്നെയാണത്. പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളതേ അല്ല, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലിലുള്ള ഒരു ടൂളാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർത്താണ്, ആ പ്രൈസിനത് വർത്താണ്. ഇതാണ് ഗാർഡൻ പ്രൂണർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു
ഉപയോഗമുള്ള ഒരു ടൂള് തന്നെയാണ്. അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഇപ്പോൾ ഇത്തിരി വ്യത്യാസമാണ്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. എൻ്റെ കയ്യിലുള്ളതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഇതുപോലെയല്ല. ഇതിപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ഈസിയാണ്, നല്ല കളറിൽ വന്നിട്ടുണ്ട്. അധികം പ്രൈസൊന്നുമില്ല, അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ്. 160 180 ഉള്ളൂ എൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം, ഓരോ ടൂളിൻ്റെയും യൂസ്. ഇത് ഹാൻഡ് കൾട്ടിവേറ്ററാണ്. നമുക്ക് നമ്മുടെ പോട്ടിലുള്ള പോട്ടിംഗ് മിക്സിനെ ഇതുപോലെ ഇളക്കാനായിട്ട് നല്ല സഹായകമാണ് ഈ ഒരു ടൂള്. അതായത് ഈ ഹാൻഡ് കൾട്ടിവേറ്റർ വെച്ചിട്ട് നമുക്ക് പോട്ടിലുള്ള പോട്ടിംഗ് മിക്സിനെ ഒന്ന് ഇളക്കി നല്ല റെഡിയാക്കിയൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല കട്ടിയുള്ള ടൂളാണ്, അതുകൊണ്ട് തന്നെ അത് ചീത്തയാവുകയില്ല. ഇതിൻ്റെ യൂസ് നോക്കാം. നമുക്ക് പ്ലാൻ പാർട്സൊക്കെ കട്ട് ചെയ്യാം. ഇത്തിരി കട്ടിയുള്ള പ്ലാൻ പാർട്ടും കട്ടി കുറഞ്ഞതും പ്രൂണർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ പ്രൂണർ കുറച്ചുകൂടി കട്ടിയുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ ഉപയോഗം വരുന്നത്. ഇത് ഗാർഡൻ സിസർ, മൾട്ടിപർപ്പസ് സിസറാണ്. നമുക്ക് ഗാർഡൻ സിസറായിട്ട് യൂസ് ചെയ്യാം ഇവിടെ. അത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാൻ പാർട്സ്, ഡ്രൈ പ്ലാൻ പാർട്സ് എന്നിവയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ മൾട്ടിപർപ്പസ് സിസർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലിപ്പും കൂടി എടുത്തിട്ടുള്ളത്. ഇനി ഹാൻഡ് ട്രോവൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പോട്ടിംഗ് മിക്സൊക്കെ പോട്ടുകളിലേക്ക് നിറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഹാൻഡ് ട്രോവൽ. അപ്പോൾ എല്ലാത്തിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം, ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അവിടെ സൂക്ഷിക്കുക. നെക്സ്റ്റ് യൂസിന് നമ്മൾ എടുക്കുന്നത് വരേക്കും ഇതുപോലെ നല്ല ഡ്രൈ ആക്കി നല്ലൊരു സ്ഥലത്ത് അത് സൂക്ഷിച്ച് വയ്ക്കണം. എങ്കിലേ അത് നല്ല കണ്ടീഷനിൽ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത യൂസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൂളുകളുടെ ഉപയോഗം. എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണത് സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ പർപ്പസിനാണത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ടൂളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണെന്നറിയാലോ? ഹാൻഡ് കൾട്ടിവേറ്റർ, ഗാർഡൻ പ്രൂണർ, ഗാർഡൻ സിസർ, ഹാൻഡ് ട്രോവൽ കേട്ടോ. ഇത്രയും ടൂളുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യൂസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെ നെക്സ്റ്റ് ഒരു യൂസിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്കിനി അടുത്ത ആഴ്ച കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൂളാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗശേഷം എങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയും അതിലെ വിശേഷങ്ങളും പുതിയ ചെടി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.